അപ്പോൾ ഇന്ന് ഞങ്ങൾ പള്ളിയിലൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. നൈറ്റ് റൈഡായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷെ റോഡ് ഫുള്ള് നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം ട്രാഫിക്കിലൊക്കെ പെട്ട് കുഴിയിലൊക്കെ ചാടി അങ്ങ് എത്തിയപ്പോഴത്തേക്കും കുറച്ച് സമയമായി. എന്നാലും കുഴപ്പമില്ല, നല്ല അടിപൊളിയൊരു വൈബായിരുന്നു. പിന്നെ ഞങ്ങൾ ആദ്യം അവിടുത്തെ പള്ളിയിലെത്തിയപ്പോൾ ലൈറ്റിംഗ് ഒക്കെ കണ്ട് എൻ്റെ തന്നെ കിളി പാറിപ്പോയിരിക്കുകയായിരുന്നു. പക്ഷെ പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമല്ലോ എന്നുള്ള കാര്യം മനസ്സിൽ കിടന്നുകൊണ്ട് എനിക്കത്ര ബോറടിച്ചിട്ടില്ല. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ചെറിയൊരു കാര്യം മനസ്സിലായത്. എനിക്ക് വിശക്കാൻ തുടങ്ങി. അത് വേറെ വിശപ്പൊന്നുമല്ല, സൈഡിൽ ഐസ്ക്രീം പാർലറും ബജ്ജിക്കടയൊക്കെ കണ്ടതിൻ്റെയൊക്കെ ഒരു വിശപ്പായിരുന്നു അത്. പിന്നെ ഒട്ടും വൈകാതെ തന്നെ ചേട്ടനെ പതുക്കെ സോപ്പിട്ട് 2 ഐസ്ക്രീമും കോളിഫ്ലവർ ബജ്ജിയും ഒക്കെ കഴിച്ച് അടിപൊളിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തീരാപ്പാര നടന്നു. പക്ഷേ ഈ ലൈറ്റ്നിങ് ഒക്കെ സത്യം വരാലോ എന്നാ അടിപൊളിയാണെന്നറിയോ. ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ മൂന്നുപേരും ഭയങ്കര ഹാപ്പിയായി. പിന്നെ കണ്ടൊരു കാഴ്ച, അതിനി ലൈഫിൽ വേറെ കാണാൻ പറ്റുമെന്ന് പോലും അറിയില്ല. ആദ്യമായിട്ടായിരുന്നു ഞാൻ ഇങ്ങനൊരു സെറ്റപ്പ് കണ്ടത്. ഉണ്ണീശുവിനെ കാണാൻ എന്നാ ക്യൂട്ടായിരുന്നു എന്നറിയോ. പിന്നെ ഒന്നും നോക്കിയില്ല, കുറേ ഫോട്ടോസ് ചറപറ എടുത്ത് അതിൻ്റെ മുന്നിൽ നിന്നൊന്ന് ആക്ഷനൊക്കെ കാണിച്ചൊരു വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടില്ലേ, ഇതേപോലത്തെ സന്തോഷം എൻ്റെ മുഖത്ത് അങ്ങ് വിടർന്നു വന്നു. അത് കഴിഞ്ഞ് കണ്ട കാഴ്ച അത്ര മോശമൊന്നുമല്ലായിരുന്നു. ഈ കൊച്ചു കേരളത്തിൽ എന്നാക്കിയായി നടക്കുന്നേ, എന്നാ ഭംഗിയായിട്ടല്ല അലങ്കരിച്ച് വെച്ചേക്കുന്ന. ഒരു മരത്തിനെയും ചെടിയാൻ പോലും വെറുതെ വിട്ടില്ല. പിന്നെ ഒന്നും നോക്കാതെ അടുത്ത പള്ളിയിലേക്ക് അങ്ങ് പോയി. അത് ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ ഡെക്കറേഷനും കണ്ട് കണ്ണു തള്ളി. പിന്നെ ആൾക്കാരെ കാണിക്കാൻ കൈയൊക്കെ പിടിച്ചൊരു പ്രസനമൊക്കെ നടത്തി. അവിടുത്തെ ലൈറ്റിനിങ്ങും കണ്ടു. പക്ഷെ കുറെ വൈകിട്ടാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. അവിടുത്തെ മാലാഖനെ കാണാനില്ല. ഇതെന്റെ ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ പറയാ, നീ ഉള്ളപ്പോൾ എന്നാ വേറെ മാലാഖ. കേട്ട പാതി കേൾക്കാത്ത പാതി സന്തോഷം കൊണ്ട് ഞാനൊന്ന് ചിരിച്ചോണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോയി. പള്ളിയിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച, സാന്റാക്ലോസിന്റെ വണ്ടിയിൽ കയറി അങ്ങോട്ടോ പോകുന്നു. അത് കഴിഞ്ഞ് അങ്ങോട്ട് മുന്നോട്ട് നടന്നപ്പോൾ അവിടുത്തെ സെറ്റപ്പ് കണ്ട് ഞാനൊന്ന് നമ്പരുന്നു. ബിക്കോസ് അവിടെ ഉണ്ടായിരുന്നതും അതേപോലെയുള്ള അടിപൊളി സാധനങ്ങളാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ബബിൾ ഉണ്ടാക്കുന്ന മെഷീൻ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളുടെ ഇടയ്ക്ക് കയറി കിടന്ന് കുട്ടികളെ ഒന്ന് തട്ടിമാറ്റി ഞാൻ കുറേ ബബിൾസൊക്കെ പൊട്ടിച്ച് അവിടെ നിന്നു. അതൊക്കെ കണ്ടുകൊണ്ട് നിന്ന് എൻ്റെ ചേട്ടനും അനിയത്തിയും എനിക്ക് വട്ടാണെന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം എന്നെയും പിടിച്ചുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അതേ സൈക്കിളിലും ബൈക്കിലുമായിട്ട് സാന്റാക്ലോസ് കറങ്ങി കളിക്കുന്നു. പിന്നെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നേ. അതിനുശേഷം ചിലപ്പോൾ ഒരുപാട് നേരം കൊണ്ട് ഒരേ കാര്യം കാണുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഈ ലൈറ്റിംഗ് ഒക്കെ അങ്ങ് ബോറടിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ പതിയെ മെല്ലെ ഫ്രണ്ടിലേക്ക് നീങ്ങിയപ്പോൾ കണ്ടത് പുൽക്കൂടായിരുന്നു. പിന്നെ അതിന്റെ മുന്നിൽ പോയിരുന്ന ചാറ ഫോട്ടോ എടുപ്പ് തന്നെ. ഞാനും അനിയത്തിയും ചേച്ചിയും ഒക്കെ ഫോട്ടോ എടുക്കുന്ന കാര്യത്തിൽ അത്ര മോശമല്ല കേട്ടോ. ബോട്ടിലും ഉണ്ട് സാന്റാക്ലോസ്, എല്ലായിടത്തും ഉണ്ട് സാന്റാക്ലോസ്. മണ്ണിലും പിണ്ടിലും തൂണിലും തുരുമ്പിലും സാന്റാക്ലോസ്. കണ്ടില്ലേ ചേച്ചി ഇരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടല്ലേ. ചുറ്റിനും വന്ന് നോക്കിയപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല സമാധാനം തോന്നി. ചിലപ്പോൾ ഞാനതൊരു എക്സ്ട്രോവേർട്ട് ആയതുകൊണ്ടായിരിക്കാം എനിക്കങ്ങനെ. പിന്നെ ഞാൻ കുറേ കളിപ്പാട്ടം കണ്ടു. അത് വാങ്ങിച്ചു തരാൻ ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു, നീ കൊച്ചുകുട്ടിയല്ല, മൂവ് ഫോർവേഡ്. അത് കേട്ട് ഏകദേശം വയറ് നിറഞ്ഞപ്പോൾ മുന്നോട്ട് തന്നെ നടക്കാൻ തുടങ്ങി. പിന്നെ പോയ പള്ളിയെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ അനിയത്തിയുടെ ഈ സാധനം എടുത്ത് തലയിൽ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വേറെ പറഞ്ഞു. എന്നിട്ട് അതുവഴി ഇങ്ങനെ നടന്നപ്പോൾ വീണ്ടും കുറേ മരങ്ങളൊക്കെ അലങ്കരിച്ചേക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ സന്തോഷം തോന്നി. എൻ്റെ സന്തോഷം കണ്ടില്ലേ, എൻ്റെ മുഖത്തുണ്ടാ സന്തോഷം. ഇനി ഈ വെട്ടം വെളിച്ചമൊക്കെ അതിനെ അടുത്ത വർഷമേ കാണാൻ പറ്റുള്ളൂ എന്നത് സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ മെല്ലെ മുന്നോട്ട് നീങ്ങി. വെട്ടവും വെളിച്ചമൊക്കെ ഒന്നും കൂടി അവസാനമായി കണ്ടു. അത്രേ ഉള്ളൂ.